ഗൗതം, ഞാൻ 2 വട്ടം ജമ്മു കാശ്മീരിൽ പോയിട്ടുള്ള ആളാണ്. ഒരിക്കൽ വിനോദയാത്രയും അതിനൊപ്പം ഞാൻ അന്ന് വർക്ക് ചെയ്യുന്ന ചാനലിന് വേണ്ടി ഒരു മോർണിംഗ് ഷോയും ചെയ്യാനായിട്ട് ശ്രീനഗറിലെ ദൽ തടാകത്തിന് നടുവിൽ നിന്ന്. അത് 3 വർഷം മുമ്പാണ്. അതായത് ആർട്ടിക്കിൾ 370 പിൻവലിച്ച് ഒരു 4 വർഷം പിന്നിടുമ്പോൾ അന്ന് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. യാക്കൂബ് ഡുനു എന്നാണ് അയാളുടെ പേര്. അത് അവിടുത്തെ ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ വക്താവാണ്, സംഘടന ഭാരവാഹിയാണ്. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം മോർണിംഗ് ഷോയിൽ വന്ന് ഒട്ടനവധി പേര് അവിടുത്തെ കലാകാരന്മാർ അണിചേർന്നിരുന്നു. സുഖസുന്ദരമായി അതിന് ദൽ തടാകത്തിൽ നമുക്കൊരു കുഞ്ഞു ദ്വീപുണ്ട്. അവിടെ നിന്നും ആ ഷിക്കാരയിലും ഒക്കെ ഇരുന്നു കൊണ്ടാണ് നമ്മുടെ പുത്തമ്പുലരി പോലുള്ള പരിപാടി അന്ന് അവതരിപ്പിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, അത് സീസൺ ആകുന്നേ ഉള്ളൂ, ഞാനൊരു ഏപ്രിലൊക്കെയാണ് പോകുന്നത്, അത് പീക്ക് സീസൺ തുടങ്ങാൻ പോകുന്നു. ഒരൊറ്റ ഹൗസ് ബോട്ട്, ഒരൊറ്റ ഹോട്ടൽ മുറി, ഒരെണ്ണം അവിടെ കിട്ടാനില്ല. ബുക്ക്ഡാണ്. എൻറ്റയർ സീസൺ 100% ഓക്യുപ്പൻസി ആണ് അവിടെ. പിന്നെ എവിടെയെങ്കിലും ഒക്കെ വല്ല ഹോം സ്റ്റേയോ അങ്ങനെയൊക്കെ. പിന്നെ ഈ പറയുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം പഹൽഗാം അടക്കം വിശാലമായി ഞങ്ങൾ സമാധാനത്തോടുകൂടി കുടുംബത്തോടുകൂടി യാത്ര ചെയ്ത് അതിൻ്റെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഭംഗിയും ആസ്വദിച്ച് പല വീടുകളും സന്ദർശിച്ച് മടങ്ങി വന്നു. പിന്നെ ഞാൻ പോകുന്നത് പഹൽഗാമിന് ശേഷമാണ്. ഇതേ യാക്കൂബ് ഡുനുവിനെ ഞാൻ അന്നും ഇന്റർവ്യൂ ചെയ്തു. ഇതേ യാക്കൂബ് ഡുനു കരയുകയായിരുന്നു. ഞങ്ങളൊരു ഒരു സമാധാനത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടീം, അതായത് ഡൽഹി ജനം ടീമുണ്ട്, ജിഷ്ണു ഉണ്ട്, ഉണ്ണി വാര്യറുണ്ട്, നമ്മുടെ അവിടുത്തെ സാരഥിയുണ്ട്. അപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ഹൗസ് ബോട്ടിൽ താമസിക്കാം. ഏത് സൗജന്യമായല്ല, പുള്ളി വളരെ തുച്ഛമായ നിരക്കിന് ആ ഹൗസ് ബോട്ടും ഗംഭീര ഭക്ഷണവും ഒരുക്കിയിരുന്നു. അദ്ദേഹം കരയുന്നില്ല എന്നേ ഉള്ളൂ. ഒരൊറ്റ ഹൗസ് ബോട്ട് ബുക്കിംഗ് ഇല്ല. ആ എൻറ്റയർ പ്രദേശത്തുള്ള ഹൗസ് ബോട്ടുകളിൽ ആൾ താമസം എന്ന് പറയുന്നത് നമ്മൾ ജനൻ TV പോയി താമസിച്ച ഒരു ഹൗസ് ബോട്ട് മാത്രമായിരുന്നു. മുറികളെല്ലാം കാലി, ആരും വരുന്നില്ല. അതായത് ഇതിന്റെ പീക്കിലേക്ക് എത്തുകയാണ്. ഓർക്കണം, 2024 2,30,00,000 വിനോദസഞ്ചാരികളാണ് അവിടെ എത്തിയത്. എത്രയോ വർഷത്തെ ശേഷമുള്ള റെക്കോർഡാണ് അത്. ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന കാഴ്ചയ്ക്ക് നടുവിലാണ് വീണ്ടും ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഇവിടെ ചിലർ സഹോദരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നവർ അതിർത്തി കടന്നു വരികയും അവർക്ക് ഇവിടുത്തെ ചില സഹോദരന്മാർ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും പിന്നെ കണ്ട കാഴ്ച ഇനി വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ കൊന്നൊടുക്കിയ കാഴ്ച, മതം ചോദിച്ച് കൊന്നൊടുക്കിയ കാഴ്ച. അപ്പോൾ വീണ്ടും അവരൊരിക്കൽ കൂടി താൽക്കാലിക വിജയം നേടി. പക്ഷെ പിന്നെ കണ്ട കാഴ്ചയോ, അതാണ് അഭിമാനാർഹം എന്ന് പറയുന്നത്. അതാണ് കരുത്ത്. ഇന്ന് എന്താണ് ജമ്മു കാശ്മീരിന്റെ അവസ്ഥ? ഈ ചെനാബ് നദിക്ക് കുറുകെ പാലം, വന്ദേ ഭാരത്, റെയിൽവേ ഒരിക്കലും എത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ റെയിൽ കണക്ടിവിറ്റി, ഹൈവേ വികസനം. നോക്കൂ, ഉധംപൂർ, ശ്രീനഗർ, ബരാമുള്ള റെയിൽ ലിങ്ക് പറഞ്ഞാൽ ഒരുപാടുണ്ട്. എയിംസിലേക്ക് വലിയ നിക്ഷേപം വരുന്നു, മെഡിക്കൽ കോളേജുകൾ വരുന്നു, ഹൈവേകൾ വരുന്നു, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, വലിയ പവർ പ്ലാന്റുകൾ, സൗകര്യം, എല്ലാ മേഖലയിലും വികസനം വന്നുകൊണ്ടേയിരിക്കുന്നു. കുതിപ്പിന്റെ വളർച്ചയുടെ പാതയിലാണ്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ രഞ്ജിത്ത് അമ്പാടിയോടും, എന്തൊക്കെയാണ് ഈ മാറ്റം ജനങ്ങൾക്ക് ക്ഷേമപദ്ധതികളായും നിയമം കൊണ്ടും ആ നാട്ടിന് ചെയ്ത നേട്ടങ്ങളെന്ന് ഐസനിലേക്കും വരാം. റൈറ്റ് സൈഡിലൊരു ചെറിയ ഇടവേളയാണ്. മടങ്ങിയെത്താം.